മർദ്ദം ചെലുത്തുന്നില്ലെന്ന് ഇടപെടുന്നില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ശക്തമായ പ്രക്ഷോഭം നടത്തി. മാത്രമല്ല ട്രേഡ് യൂണിയൻ രജിസ്ട്രേഷൻ്റെ ഫീസ് സംസ്ഥാന ഗവൺമെൻറ് 1000 രൂപയിൽ നിന്ന് 10,000 രൂപയെ വർദ്ധിപ്പിച്ചതിനെതിരായി സംസ്ഥാനത്താകെ പ്രക്ഷോഭം നടത്തിയ സംഘടന INTUC മാത്രമാണ്. ഞങ്ങളാണ് അതിനകത്ത് ഏറ്റവും വലിയ സമരം തിരുവനന്തപുരത്ത് നടത്തിയ ലേബർ കമ്മീഷൻ ശക്തമായ സമരം നടത്തി ഞങ്ങളാണ്. അതിപ്പോൾ പിൻവലിച്ച് 10,000 എന്നുള്ളത് വീണ്ടും 1000 രൂപയാക്കി മാറ്റിക്കൊണ്ട് ഗവൺമെൻറ് ഉത്തരവിറക്കും. INTUC മാത്രമേ സമരരംഗത്തുള്ളൂ. പ്ലാന്റേഷൻ മേഖല, തോട്ടം തൊഴിലാളി മേഖലയിൽ ഏറ്റവും അധികം സമരങ്ങൾ നടത്തിയിട്ടുള്ള INTUC. അങ്ങനെ പക്ഷേ തൊഴിലാളി സമരങ്ങളെ നമ്മുടെ വിദ്യാർത്ഥി സമരം പോലെ യുവജന സമരം പോലെ പെട്ടെന്ന് സമരം സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഇപ്പോൾ പുതിയ കേന്ദ്ര നിയമം ഇപ്പോൾ ഞങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിച്ചത് ഫെബ്രുവരി 12 കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഇപ്പോൾ ഷിപ്പ്യാർഡ്, എയർവേസ്, റെയിൽവേ തുടങ്ങിയ സ്ഥാപനങ്ങളിലെ തൊഴിലാളികൾക്ക് പങ്കെടുക്കാൻ ഒരുപാട് പരിമിതിയുണ്ട്. വളരെ മുൻകൂട്ടിയുള്ള സമരങ്ങളല്ലാതെ പൊടുന്നനെ സമരങ്ങൾ നടത്താൻ ട്രേഡ് യൂണിയൻ രംഗത്ത് പറ്റത്തില്ല. കാര്യം നേരത്തെ അവർക്ക് അവധി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ക്രമീകരണം നടത്തണം, എല്ലാ ക്യാമ്പസുകളിലും അതിനാവശ്യമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തണം. അതിനുശേഷം തൊഴിലാളിക്ക് വരാൻ പറ്റും. ഒരു ദിവസം അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ടാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ചെറുതല്ല. അപ്പോൾ വളരെ ആലോചിച്ച് വളരെ സമയം കൊടുത്തതിന് ശേഷം മാത്രമേ സമരങ്ങൾ നടത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ ഞങ്ങൾ 1-ാം തീയതി, ഈ വരുന്ന 1-ാം തീയതി തൊഴിലുറപ്പ് ഈ റദ്ദ് ചെയ്തതിനെതിരായി നിയമം റദ്ദ് ചെയ്തതിന് പുതിയ കൊണ്ടുവരുന്നതിനെതിരായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഞങ്ങൾ സമരം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സമരങ്ങൾ നടത്താതിരിക്കുകയല്ല, സമരങ്ങൾ ആവശ്യമായ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഞങ്ങൾ നടത്താറുണ്ട്. ലേബർ കോഡിൻ്റെ വിഷയത്തിനകത്ത് സംസ്ഥാന ഗവൺമെൻറ് ചട്ടമുണ്ടാക്കിയപ്പോൾ, ഇന്ത്യയിൽ ആദ്യമായി ഉണ്ടാക്കിയത് കേരളത്തിൽ ഇടതുമുന്നണി ഗവൺമെൻറ്റാണ്. അതിനെതിരായി ഏറ്റവും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിച്ച ഞങ്ങളാണ് സമരം നടത്തിയ ഞങ്ങളാണ്. ചുമട്ട് തൊഴിലാളികളെ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിന് വേണ്ടി ചുമട്ട് തൊഴിലാളി നിയമത്തിന് മാറ്റം കൊണ്ടുവരാൻ തീരുമാനിച്ചപ്പോൾ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിലും എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും സമരം നടത്തിയത് INTUCയുടെ നേതൃത്വത്തിലാണ്. അതിശക്തമായ സമരങ്ങൾ നടത്തിയത്. പിന്നെ ക്ഷേമനിധി ബോർഡുകളുടെ പ്രശ്നങ്ങൾ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡടക്കമുള്ള ക്ഷേമനിധി ബോർഡുകളിലെ പെൻഷൻ കുടിശ്ശിക വന്നപ്പോൾ KKNTC അടക്കമുള്ള സംഘടനയുടെ സമര സെക്രട്ടറികളാണ്. പലപ്പോഴും നിങ്ങൾ തൊഴിലാളി സമരങ്ങളെ സത്യത്തിൽ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നൊരു പരാതിയാണ് ഞങ്ങൾക്ക്. പിന്നെ INTUCയുടെ സമരങ്ങളൊന്നും പൊതുമുതൽ നശിപ്പിക്കുകയോ അടിച്ചു പൊളിക്കുകയോ ഒന്നും ചെയ്യാതെ മര്യാദയ്ക്കൊന്നും സമരം നടത്തിയിട്ട് പോകുന്ന ഒരു രീതിയാണുള്ളത്. അതുകൊണ്ട് പ്രകോപനമല്ലാത്തതുകൊണ്ട് പലപ്പോഴും നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെടാറില്ല. വളരെ മാന്യമായി സമരം നടത്തി പോകുന്നത് പബ്ലിസിറ്റി വളരെ നിങ്ങൾ തൊഴിലാളി സമരം എന്ന് പറഞ്ഞത് രാജ്യദ്രോഹമാണ് എന്നുള്ള നിലയിലാണ് പലപ്പോഴും ട്രേഡ് യൂണിയൻ. സത്യത്തിൽ ഡൽഹിയിലൊക്കെ നമ്മളെ സമരത്തിൽ ഇതെന്തോ രാജ്യദ്രോഹികളോ കൂടെ കുറേ കൂടി കൊണ്ടുവന്നിരിക്കുന്നതാണ് സത്യത്തിൽ പറഞ്ഞത്. ഈ ലേബർ കോഡ് വന്നപ്പോൾ ഞങ്ങൾ എത്ര സമരം നടത്തി, എത്ര പണിമുടക്ക് നടത്തി. യൂണിയനുകൾ ഒരുമിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായി സ്ഥിരമായി സമരം നടത്തുന്ന ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ മാത്രമാണ്. സ്ഥിരമായി എല്ലാ വർഷവും. ഇപ്പോഴും ഫെബ്രുവരി 12 പണിമുടക്കാണ്. ഇന്ത്യയിൽ സ്ഥിരമായി അചഞ്ചലമായി സമരരംഗത്ത് നിൽക്കുന്നത് നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായി സമരത്തിൽ ഇന്ത്യയിലെ ട്രേഡ് യൂണിയനുകൾ മാത്രമാണ്. അത് ദേശീയ തലത്തിൽ നേതൃത്വം കൊടുക്കുന്നത് INTUC.